ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഹിപ്പ് ബെൽറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ എന്നോടൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഹിപ്പ് ബെൽറ്റ് ഒന്ന് ചെയ്യുന്നത് കാണിക്കാമോ എന്ന്, സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അപ്പം ഞാനിതാ ഇതിവിടെ 2 ഹിപ്പ് ബെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിൽ ഇതുപോലെ ആ ത്രെഡ്സൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒരു നമ്മൾ ക്യാൻവാസ് ഷീറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ടാണ് ഇത് തയ്ച്ചെടുത്തത്. പക്ഷേ ഇതാണ് ഞാൻ ആദ്യം ചെയ്ത ഹിപ്പ് ബെൽറ്റ്. അതിൽ ഞാൻ ഈ ക്യാൻവാസ് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടില്ല. അതിന് പകരം അതിൻ്റെ തന്നെ തുണി ഞാനൊന്ന് ഒരു 2-3 മടക്കാക്കിയിട്ട് കുറച്ച് വീതിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക, ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുന്നതാണ് ആ ബെൽറ്റ്. പക്ഷേ അതിന് ശേഷമാണ് ഞാൻ ക്യാൻവാസ് ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നല്ലതുപോലുള്ള പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഈ ക്യാൻവാസ് ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ബെൽറ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് എന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നത് പല വ്യത്യാസ രീതിയിലാവും, പക്ഷേ ഞാൻ ചെയ്ത രീതി ഇങ്ങനെയാണ്. അപ്പം അതാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ബെൽറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു കസവിൻ്റെ, നമ്മൾ പാവാടയൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയുടെ ബാക്കി വന്ന ഒരു പീസാണ്. അപ്പോൾ എനിക്കിപ്പോൾ ബെൽറ്റ് തയ്ക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പീസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഒരു 27 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഈ തുണി എടുത്തിട്ടുള്ളത്. വീതി ഞാൻ അളന്നൊന്നും നോക്കിയിട്ടില്ല, വെറുതെ കുറച്ച് ഒരു വീതിയിലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മുടെ പേപ്പർ ക്യാൻവാസ് ഉണ്ടല്ലോ, അത് ഞാൻ 1.5 ഇഞ്ച് വീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ച് വീതിയിലും അതുപോലെ 27 ഇഞ്ച് നീളത്തിലുമാണ് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോൾഡ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ തുണിയുടെ ചീത്ത വശത്ത് നമ്മൾ ക്യാൻവാസ് ഷീറ്റ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഭാഗം, മിനുസുള്ള ഭാഗം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഈ ഇതിൻ്റെ ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് അയൺ ചെയ്തിട്ട് കാണാം. ഇപ്പം ഞാനിതാ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ നമുക്കത് കുറച്ച് വീതിയിലോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നല്ല വശം. അപ്പോൾ ഈ നല്ല വശത്ത് ഇപ്പോൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വേണം കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മുടെ ത്രെഡൊക്കെ പുറത്ത് കാണാതിരിക്കാനായിട്ടാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കാൻ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ലേസ് വെച്ചിട്ടുള്ള അത്രയും വീതിയിൽ നിങ്ങൾക്ക് എന്തൊരു ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അതിൽ ഡിസൈൻ ചെയ്തത് കാണിക്കുന്നില്ല, വെറുതെ സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നല്ല വശം, തുണിയുടെ നല്ല വശം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ, അതായത് പേപ്പർ ക്യാൻവാസ് എവിടെയാണ് വെച്ചാൽ നമ്മുടെ നേർക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ ഓരത്തു കൂടി വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ അതങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓരത്തു കൂടെ ഒരു കുറച്ച് ദൂരം, ഒരു കുറച്ച് നീളത്തിൽ ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ നമുക്ക് കെട്ടിട്ടിട്ട് നിർത്താം. ഇതുപോലെ ഒന്ന് തയ്ച്ചിട്ട് ഒന്ന് കെട്ടിട്ടിട്ട് നിർത്തുക. ഇതിപ്പോൾ ഇങ്ങനെ നിർത്തണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളും അടിച്ചു പോയിട്ടും ഇതിനെ മറച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് വേറെയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബാക്കി ഭാഗം കണ്ടില്ലേ, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ആ ഭാഗമൊക്കെ നമുക്ക് വേണ്ടാത്തതാണ്. അതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ഞാനൊരു പിന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. മറിച്ചിട്ട് നമ്മൾ എവിടെ ആ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് അത് എടുക്കണം.
അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി നീളത്തിൽ തയ്ച്ചുകൊണ്ട് കൈ ഇട്ടിട്ടെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൂചി വെച്ചിട്ട് സേഫ്റ്റി പിന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ മറിച്ചിടാൻ വല്ല സൂചികളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സേഫ്റ്റി പിന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്ത് ഉള്ളിലോട്ട് അതിനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് അതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് വരെ ഒന്ന് കൊണ്ടുവരിക. പെട്ടെന്ന് മറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതാ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വലിക്കാൻ പറ്റുന്ന പാകത്തിന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഉള്ളിലോട്ട് തന്നെ വെച്ചിട്ട് നമ്മൾ എവിടെയാണോ ഈ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അവിടെ നിന്ന് ഒന്ന് കുറച്ചായിട്ട് ഒന്ന് ഇങ്ങനെ തുന്നി വരിക കേട്ടോ. ഇതിൻ്റെ ഓരത്തു കൂടെ തന്നെ നമുക്കൊന്ന് തുന്നിയെടുക്കാം. ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ, മറിച്ചിടാനുള്ള തുണി നമ്മൾ ഉള്ളിലോട്ട് ആക്കിയിട്ടുണ്ട്, അതിനെ ഒന്ന് ഒപ്പം പിടിച്ച് വലിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ നിർത്തിയിട്ടുള്ള ഭാഗത്തു നിന്ന് വീണ്ടും കെട്ടിട്ടു സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഒന്നും കൂടിയും കുറച്ചിങ്ങനെ വലിച്ചിട്ട് ഒന്ന് ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ എവിടെയാണോ ക്യാൻവാസ് ഷീറ്റ് ഇരിക്കുന്നത് അതിൻ്റെ തൊട്ട് അറ്റത്തു കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് ദൂരം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും അതിനൊന്നിങ്ങനെ വലിച്ചെടുക്കുക. സിമ്പിളായിട്ട് വലിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയാവുമ്പോൾ. അത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്കൂ. അപ്പം നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും ഇത് എളുപ്പമാണോ അല്ലേ എന്നുള്ളത്. ഇതുപോലെ ഇനി വീണ്ടും കുറച്ച് ദൂരം കൂടി എല്ലാം കറക്റ്റാക്കിയിട്ട് വെച്ച് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെയും കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. ഒന്ന് വലിച്ച് നീട്ടി കൊടുക്കുക. കണ്ടില്ലേ, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ഫുള്ള് അങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വേറെ രീതിയിലും ഇത് തയ്ക്കാൻ പറ്റും. പക്ഷേ ഈ ക്യാൻവാസ് ഷീറ്റ് വെച്ച് ചെയ്യുന്നത് ഒന്നുകൂടി കാണാൻ നല്ല പെർഫെക്ഷൻ ഉണ്ട്. നല്ല വൃത്തിയിൽ നമുക്ക് കറക്റ്റ് ആ ചതുരത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക വള്ളിയൊക്കെ വെച്ചിട്ട് തയ്ക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ പാവാടയിലൊക്കെ വെക്കുന്ന കൊളുത്തുണ്ടല്ലോ, അതും അതിൻ്റെ ഹുക്കും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ വള്ളി വെക്കണം ആണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വള്ളിയും വെച്ച് കൊടുക്കാം. ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഇനി ഞാൻ ഒരു കാര്യം ഇതിൽ ഫസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. അതായത് നമ്മൾ ലാസ്റ്റ് എൻഡ് എത്തുമ്പോൾ തന്നെ അതേപോലെ ഫസ്റ്റിലും എന്ത് ചെയ്യണം അറിയോ, നമ്മൾ ഈ തുണി ഒന്ന് മടക്കി വെക്കണമായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ എന്താ പറയുക അറ്റത്ത് ആ തുമ്പ് കാണാതിരിക്കാൻ ആ തുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് എളുപ്പമായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചിപ്പം അതവിടെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ടോ. ഞാൻ പറഞ്ഞുതരാം, ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ലാസ്റ്റ് എത്തുമ്പോൾ ഇതിനൊന്നും മടക്കി ഫ്രണ്ടിലോട്ടൊന്ന് വെച്ച് കൊടുക്കാമായിരുന്നു. അത് ഞാനത് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് അങ്ങനെയൊക്കെയിട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഇത്രയും എളുപ്പത്തിൽ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഫുള്ളൊന്ന് പെട്ടെന്ന് വലിക്കാൻ കിട്ടും നമുക്ക്. കണ്ടില്ലേ, ഇതുപോലെ പെട്ടെന്ന് വലിച്ചെടുത്തിട്ട് നമുക്ക് ഫുള്ള് പുറത്തോട്ട് വരും. ഇപ്പം തന്നെ കണ്ടില്ലേ, അത് നമുക്കത് വരുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്ഷനിൽ നമുക്കത് കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ ഈ തുമ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം. പക്ഷെ നേരത്തെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് തന്നെ അതിനൊന്ന് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ഈ 2 സൈഡ് കൂടി ഓരത്തു കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ അറ്റം ഉള്ളിലോട്ട് പോകണ്ടേ, ആ തുമ്പൊക്കെ കാണാതിരിക്കാൻ അത് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഉള്ളിലോട്ട്
ആ 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കുക. കറക്റ്റ് വീതിയിൽ അതൊന്ന് മടക്കി വയ്ക്കുക. ഇതുപോലെ കണ്ടില്ലേ, ഇങ്ങനെ കറക്റ്റാക്കി കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇതുപോലെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു അറ്റത്തുനിന്ന് അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ 4 ഭാഗവും കറക്റ്റാക്കിയിട്ട് നമ്മൾ ഒരു മോളടി കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ കറക്റ്റ് കണ്ടില്ല, നമുക്ക് ആ ചതുരമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ വക്കുകളൊക്കെ കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിതാ ഫുള്ള് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കും അറിയാം അത് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഞാൻ ഫുള്ള് ചതുരമാണ് വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ അറ്റത്ത് ഒരു ത്രികോണം കോണ് പോലെയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെക്കാം. ഇനി ഇതിൻ്റെ അറ്റത്താണ് നമ്മൾ കൊളുത്തും അതിൻ്റെ ഹുക്കൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിനി ഇത് ഇത്രേ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. ഇനി ഞാനിത് സമയം കിട്ടുമ്പോൾ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഹുക്ക് വെക്കുന്നുള്ള ഇതുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഹിപ്പ് ബെൽറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.